എല്ലാവർക്കും നമസ്കാരം. വാതവേദന, ശരീരത്തിന് ബലക്കുറവ്, കൈകാലുകൾക്ക് തളർച്ച, രോഗം വന്നു പോയിട്ടും മാറാത്ത ക്ഷീണം എന്നിവയ്ക്കെല്ലാം വർഷങ്ങളായി ആയുർവേദത്തിൽ ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധമാണ് ബലാതി ചൂർണം. ബലാതി ചൂർണം എന്താണ്, ഇതിന്റെ പ്രധാന ആരോഗ്യ ഗുണങ്ങൾ, ശരിയായ ഉപയോഗ രീതി എന്നിവയെപ്പറ്റി നോക്കാം. ബല എന്നാൽ ആയുർവേദത്തിൽ കുറുന്തോട്ടിയാണ്. പ്രകൃതിദത്തമായി കരുത്ത് നൽകുന്ന കുറുന്തോട്ടിയുടെ വേരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചേരുവ. ഇത് പ്രധാനമായും ശരീരത്തിലെ വാതദോഷങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കും. ആയുർവേദ പ്രകാരം ശരീരത്തിൽ വാതകോപം കൂടുമ്പോഴാണ് സന്ധികളിൽ കഠിനമായ വേദന, തേയ്മാനം, പേശികളുടെ മെലിഞ്ഞുണങ്ങൽ, നാഡീവ്യൂഹങ്ങളുടെ ബലഹീനത എന്നിവ ഉണ്ടാകുന്നത്. ബലാതി ചൂർണത്തിലെ ചേരുവകൾ നാഡികളെ സുഗമമാക്കുകയും പേശികൾക്ക് ആവശ്യമായ ആന്തരിക ബലം നൽകുകയും ചെയ്യും. ഇത് വിട്ടുമാറാത്ത നടുവേദന, കഴുത്തുവേദന, സന്ധികളിലെ തേയ്മാനം, പേശിവേദന എന്നിവയ്ക്ക് മികച്ചൊരു ഔഷധമാണ്. മെലിഞ്ഞ ശരീരപ്രകൃതി ഉള്ളവർക്ക് പേശികൾക്ക് പോഷണം നൽകി സ്വാഭാവികമായ രീതിയിൽ ശരീരപുഷ്ടി നൽകാനും ഇത് സഹായിക്കും. കൈകാലുകളിൽ ഉണ്ടാകുന്ന വിറയൽ, നാഡീ തളർച്ച പോലുള്ള അവസ്ഥകളിലും ഇത് ഉപയോഗിക്കാറുണ്ട്. വിട്ടുമാറാത്ത ശാരീരിക ക്ഷീണം മാറ്റി ശരീരത്തിന് നല്ല ഊർജ്ജവും ശാരീരിക ക്ഷമതയും നൽകാൻ ഇത് സഹായിക്കും. സാധാരണയായി രാത്രി ആഹാരത്തിന് ശേഷം 1/2 മുതൽ 1 ടീസ്പൂൺ വരെ ചൂർണം 1 ഗ്ലാസ് ചെറുചൂടുള്ള പശുവിൻ പാലിൽ കലക്കിയാണ് കുടിക്കേണ്ടത്. വേണമെങ്കിൽ പാലിൽ അല്പം കൽക്കണ്ടമോ ശർക്കരയോ ചേർക്കാം. എന്നാൽ പാൽ കുടിക്കാൻ താല്പര്യമില്ലാത്തവർക്കോ അല്ലെങ്കിൽ പാൽ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കോ ഇത് ചെറുചൂട് വെള്ളത്തിൽ കലക്കിയും കഴിക്കാം. ഇതിലടങ്ങിയിരിക്കുന്ന അശ്വഗന്ധ, കുറുന്തോട്ടി പോലുള്ള ഔഷധങ്ങൾ ദഹിക്കാൻ അല്പം കനമുള്ളതാണ്. അതുകൊണ്ട് കടുത്ത ദഹനക്കേട്, വയറിളക്കം എന്നിവ ഉള്ളപ്പോൾ ഇത് കഴിക്കുന്നത് താൽക്കാലികമായി ഒഴിവാക്കണം. ഇത് ശരീരം പുഷ്ടിപ്പെടുത്താൻ സഹായിക്കുന്ന ഔഷധമായതിനാൽ അമിതവണ്ണമുള്ളവർ നിർദ്ദേശപ്രകാരം മാത്രം അളവ് ക്രമീകരിക്കുക.